ഒരുപാട് പണിപ്പെടാതെ വലിയ വലിയ പാചക പരീക്ഷണങ്ങളും നെടുനീളൻ റെസിപ്പികളും ഒക്കെ ഒന്ന് സൈഡാക്കിയിട്ട് ഈസി പീസി ആയിട്ടൊരു ഐറ്റം ആയാലോ ഇന്ന്. അപ്പോൾ ഇതിനായിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുക്കാം. അത്രയും തന്നെ അളവിൽ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതെടുക്കാം. കൊച്ചുള്ളി ആണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. നല്ല കുഞ്ഞായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം. ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അല്പം കറിവേപ്പില കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. കൈകൊണ്ട് തിരുമ്പുമ്പോഴേ നല്ലോണം പ്രസ് ചെയ്ത് ഇങ്ങനെ തിരുമ്മിക്കോളാം കേട്ടോ. എന്നാലാണ് എല്ലാത്തിൻ്റെയും ടേസ്റ്റും നല്ലോണം ഒന്ന് ഇറങ്ങി വരിക. കേട്ടോ, ഇത്രയേ ഉള്ളൂ, സംഭവം റെഡി. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവർക്കും അതുപോലെ തന്നെ വീട് വിട്ട് മാറി നിൽക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ. അപ്പം മറക്കാതെ ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.